ഹലോ എവ്രി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പം ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് മലയാളികൾക്ക് ഭയങ്കര സുപരിചിതമായ രണ്ട് പേരാണ്, നാരായണൻകുട്ടി ചേട്ടനും പിന്നെ റഹ്മാനൊക്കെ. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖാണ്. അപ്പൊ വീണ്ടും ഇങ്ങനെ സിനിമയിൽ വിശേഷമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് സിനിമയെ പറ്റി സംസാരിക്കാം. അപ്പൊ സൂപ്പർ ജിംനി എന്ന് പറഞ്ഞ സിനിമ റിലീസിനൊക്കെ ഒരുങ്ങാൻ പോവാണ്. അപ്പൊ എന്താണ് ആ സിനിമത്തെ ക്യാരക്ടർ എങ്ങനെയെന്നൊക്കെ പറയാമോ? ഞാൻ അതിനകത്തൊരു ചായക്കടക്കാരനാണ്. ചായക്കട. ആ ഗ്രാമത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഈ ചായക്കടയെ വന്ന് കയറി ഇറങ്ങിയിട്ട് പോകും. ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഈ ചായക്കട വഴിയാണ് പോകുന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മൾ പറയാറില്ലേ, ഒരു വില്ലേജ് അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ന്യൂസ് പേപ്പർ എന്ത് പറയണമെങ്കിലും അവിടെ ചെന്നാൽ മതി. അതേപോലെ ഒരു സ്ഥലമാണോ? അല്ല, അതേപോലെ സ്ഥലമല്ല, അതേപോലെ സംഭവങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം. എല്ലാ ഡിസ്കഷൻസും ആ നാട്ടിലത്തെ എല്ലാ കാര്യങ്ങളും വന്നു പോകുന്ന ഒരു സ്ഥലം. അപ്പൊ ഇക്കടെ റോളിനെ പറ്റി പറയാമോ? എൻ്റെ ഒരു ക്യാരക്ടർ എൻ്റെ ഒരു ഇത്തിരി സെൻസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അത് എൻ്റെ മകൻ ഒരു MBBS പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ ജീവിതം വളരെ പ്രതീക്ഷയോടുകൂടി, എല്ലാ മക്കളെയും നമ്മൾ അച്ഛന്മാരും മാതാപിതാക്കളും വളർത്തുന്ന അങ്ങനെയാണല്ലോ, വളരെ പ്രതീക്ഷയോടുകൂടി. ആ പ്രതീക്ഷക്കൊക്കെ മങ്ങലേറ്റ് ഇന്നത്തെ യുവതലമുറയുടെ ഏറ്റവും മോശ അവസ്ഥ ഡ്രഗ്സിന് അഡിക്റ്റ് ആകുകയും അതിൻ്റെ ഒരു കാരിയറാകുകയും അങ്ങനെ വളരെ പ്രതീക്ഷയോടെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് വളർത്തിയ ജീവിതം തകർന്ന് താറുമാറാകുകയാണ്. അവിടെ നിന്നൊരു ട്വിസ്റ്റാണ് ആ ക്യാരക്ടർ. അത് ഞാനത് പറഞ്ഞാൽ പറ്റില്ല. എനിക്കോണ് ഇത് ഒരുപാട് ഇല്ലെങ്കിലും ഭയങ്കര പെർഫോമിങ് ഏരിയ ഉള്ളൊരു ക്യാരക്ടറാണ്. എനിക്ക് ഈ അടുത്ത കാലത്ത് ചെയ്തതിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം അത്. പിന്നെ ഈ സിനിമ എന്ന് പറയുമ്പോൾ ഈ സിനിമ എനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഞങ്ങളൊക്കെ വർഷങ്ങളായി സിനിമയിൽ വന്നിട്ട് ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ചെയ്തൊക്കെ പോയി. പക്ഷേ ഇപ്പോൾ സിനിമയുടെ രീതിയൊക്കെ മാറിയിട്ടുണ്ട്, ന്യൂജൻ തരംഗമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നടക്കുന്ന സിനിമകളെന്ന് പറഞ്ഞാൽ വയലൻസാണ് കൂടുതലും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. എനിക്കൊന്ന് യങ്സ്റ്റേഴ്സാണ് കൂടുതൽ കയറുന്നത്. അവരങ്ങനെ വയലൻസുള്ള പടങ്ങളൊക്കെ വലിയ ഹിറ്റാക്കി കൊണ്ടിരിക്കുന്ന കാലമാണ്. പക്ഷേ ഇതിൽ തികച്ചും വ്യത്യസ്തമായ ഗ്രാമീണ പശ്ചാത്തലത്തിൽ കൂടെ പോയിട്ട് ഒരു ജനങ്ങൾക്കൊരു അവയർനെസ് കൊടുക്കുന്ന സിനിമയാണ് ഇത്. കുടുംബസമേതം മക്കളായിട്ട് ഒരുമിച്ച് കാണേണ്ട സിനിമ കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലേ? അപ്പൊ ഈ വയലൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ അടുത്ത് സലീം ചേട്ടനും പറഞ്ഞായിരുന്നു, ഇപ്പൊ മലയാള സിനിമയിൽ കൂടുതലും വയലൻസ് ആണ്, കോമഡി എന്നുള്ള ആ ഒരു കോമഡികൾ കൺസെപ്റ്റ് പോയത്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ആണെങ്കിലും കോമഡികൾ ഒരുപാട്. ഞങ്ങൾ രണ്ടുപേരും കോമഡി മാത്രമല്ല ചെയ്യുന്നത്, സീരിയസ് ആയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സീരിയസും കോമഡിയും കൂടി ചെയ്താണ് ഞങ്ങൾ ഇന്ന് ഈ നിലയിലായത്. എങ്കിലും വയലൻസ് ആണ് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയമാണ് ഇത്. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പൊരുൾ മനസ്സിലാവും. പക്ഷെ ഇപ്പൊ വയലൻസ് ആണെങ്കിൽ പോലും പണ്ടത്തെ അത്രയും കോമഡി സിനിമയിൽ ഇപ്പോഴും ഇറങ്ങുന്നില്ല, അല്ലെങ്കിൽ ഫീൽ ഗുഡ് സിനിമയിൽ ഇപ്പോഴും ഇല്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങളാണെങ്കിലും പണ്ട് എല്ലാ കാലത്തും ഒരു ട്രെൻഡ് ഉണ്ട്. ഇപ്പൊ ഒരു രാംജിറാവ് സ്പീക്കിംഗ് വന്നപ്പോ അതിനോട് തുടർന്ന് പിന്നെ ഒരുപാട് കോമഡി പടങ്ങൾ. കോമഡി ഒരിക്കലും നശിക്കില്ല, എന്നും കോമഡിക്ക് സാധ്യത. ജനങ്ങൾ സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ അധികം പേര് തിയേറ്ററിൽ പോകുന്ന തന്നെ ജീവിത പ്രയാസങ്ങളിൽ നിന്നൊക്കെ മാറി റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിയേറ്ററിൽ പോകണം. അപ്പോൾ അവിടെ ഹ്യൂമർ കൊടുത്തത് തീർച്ചയായിട്ടും. ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മൂവി തന്നെ ചിലപ്പോൾ ഒരു ക്യാരക്ടർ ചെറിയ തമാശ പറഞ്ഞാൽ ഭയങ്കര ചിരിയായിരിക്കും. കോമഡിക്കുന്ന സാധനമുണ്ട്. അത് ചില സമയത്ത് മാറിയിരിക്കുന്ന ആ ടൈപ്പ് സബ്ജക്റ്റ് വരാത്തോണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഒരു സബ്ജക്റ്റ് ആയിരിക്കും നമ്മുടെ സൂപ്പർ ജിംനി. അതല്ല, അങ്ങനെ ഒരു സബ്ജക്റ്റ് ആണ് കോമഡി. ഇതിനകത്ത് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ സിറ്റുവേഷൻ പ്രകാരം അങ്ങനെ കടന്നു പോയിട്ടുണ്ട്. അതേപോലെ ഒരുപാട് സീരിയസ് ഉണ്ട്. റഹ്മാന്റെ ക്യാരക്ടറൊക്കെ ഗംഭീര സീരിയസ് ആണ്. ഇദ്ദേഹം ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമോ എന്ന് പോലും ജനങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ഇദ്ദേഹം കോമഡി ചെയ്ത് വന്ന ആളാണ്. അല്ല, അത് മാത്രമല്ല, നല്ല ക്യാരക്ടറാണ്. ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങൾ ഈ പടം കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയാം. ശരിയാ.